ശ്രീ മോഹൻ വർഗീസ്, ഇവിടെ അവർ പറയുന്നത് ജലയുദ്ധം എന്നാണ് പറയുന്നത്. അവർക്കതിനെ പറഞ്ഞാൽ മതിയാവുകയുള്ളൂ. കാരണം ഈ പറയുന്ന മഹായുദ്ധകാലങ്ങളിൽ 1960 മുതൽ ഇങ്ങോട്ട്, നേരത്തെ ശ്രീ മോഹൻപിള്ള പറയുന്ന 60 മുതൽ ഇങ്ങോട്ടേക്ക് നോക്കിയാൽ ഇവർ ചെയ്ത ഉപദ്രവങ്ങളിൽ, ഇവർ ചെയ്തു കൂട്ടിയ കൂട്ടക്കുരുകളൊന്നും ചെയ്യാത്ത കടുത്ത നടപടി നമ്മൾ സ്വീകരിക്കുകയാണ്. ആ സ്വീകരിക്കാൻ പോകുന്ന അവരുടെ കുടിവെള്ളം മുട്ടിക്കുന്നതാണ്, അവിടെ പട്ടിണിയാക്കാൻ പോകുന്നതാണ്, അവരുടെ കൃഷിയിടങ്ങളെ തരിശാക്കാൻ പോകുന്നതാണ്. അവർക്ക് അതിന് ജലയുദ്ധമെന്ന് പറഞ്ഞാൽ മതിയാവുകയുള്ളൂ. ഉടൻ അവരുള്ള കരാർ റദ്ദാക്കുന്നു, ഇന്ത്യക്കാർക്കുള്ള വ്യോമപാത അടയ്ക്കുന്നു, അവർ അതിർത്തി അടയ്ക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ ഈ പറയുന്നതൊക്കെ ചെയ്തു വെച്ചിട്ട് പിന്നെയും മുറുമുറുപ്പോ? അതെന്തൊരു മുറുമുറുപ്പാണ് ശ്രീ മോഹൻ വർഗീസ്? ശ്രീ ഹാഷ്മി, ജലയുദ്ധം എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ഏറ്റവും ആഴത്തിൽ വേദനിക്കുന്ന യുദ്ധമായിരിക്കും. അതായത് ഒരു 3ാം ലോകമഹായുദ്ധം ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ അത് ജലത്തിന്റെ പേരിലായിരിക്കും, ജലം പങ്കിടുന്നതുമായി സംബന്ധിച്ചായിരിക്കും എന്ന് പല ചിന്തകന്മാരും മുന്നേ തന്നെ പറഞ്ഞു വെച്ചിട്ടുള്ളതാണ്. ഇവിടെ നോക്കൂ, വളരെ വ്യക്തമായ ഗൈഡ് ലൈൻസ് ആണ് വേൾഡ് ബാങ്കിന്റെ ഒരു മധ്യസ്ഥതയിൽ 1960 എത്തിച്ചേർന്ന കരാർ. അതാണ് സിന്ധു നദീജല കരാർ. ആ ഒരു റിവർ വാട്ടർ, കാരണം നമുക്കറിയാമല്ലോ പാകിസ്ഥാന്റെ പ്രധാനപ്പെട്ട ജീവനാഡി എന്ന് പറയുന്നത് പഞ്ചാബാണ്. ഈ പാകിസ്ഥാന്റെ പഞ്ചാബിനെയും ഭാരതത്തിന്റെ പഞ്ചാബിനെയും നനയ്ക്കുന്നത്, അല്ലെങ്കിൽ അവിടുത്തെ കൃഷി സംബന്ധമായ കാര്യങ്ങളിൽ തീർച്ചയായും വെള്ളം എത്തിക്കുന്നത് 5 നദികളാണ്. അങ്ങനെയാണല്ലോ പഞ്ചാബ് എന്ന വാക്ക് തന്നെ ഉണ്ടായത്, പഞ്ചനദികൾ. അങ്ങനെ അതിൽ 3 നദികൾ പടിഞ്ഞാറൻ നദികളും, 3 നദികൾ സിന്ധു ഉൾപ്പെടെയുള്ള 3 പടിഞ്ഞാറൻ നദികളും, കിഴക്കുള്ള 3 നദികൾ രവി, ബിയാസ്, സത്ലജ്. ഭാരതത്തിന് ആ കരാർ അനുസരിച്ച് അതിലെ വെള്ളം ഉപയോഗിക്കാം നമ്മുടെ പഞ്ചാബിലേക്ക്. അതുപോലെ തന്നെ സിന്ധു നദിയും ജലം നദിയും ചെനാബ് നദിയും, ആ നദിയിലൂടെ വരുന്ന വെള്ളത്തിന്റെ അവകാശികൾ പാകിസ്ഥാനാണ്. മൊത്തം നോക്കുമ്പോൾ കാശ്മീരിന്റെ മണ്ണിൽ ഉത്ഭവിച്ച്, അല്ലെങ്കിൽ കിഴക്കൻ മലനിരകളിൽ, അല്ലെങ്കിൽ ഈ പർവ്വത പ്രദേശത്ത് ഹിമാലയ സാനുക്കളിൽ ഉത്ഭവിച്ച് ഈ താഴേക്ക് ഒഴുകി വരുന്ന നദി കാശ്മീർ ഭാഗത്ത് പടിഞ്ഞാറേക്ക് ഒഴുകി വീണ്ടും തെക്കേക്ക് ഒഴുകുകയാണ്. അത് ഭാരതത്തിന്റെ മണ്ണിലൂടെ പ്രവേശിക്കുമ്പോൾ അവിടെ അണകെട്ടി, വിദ്യുത് ശക്തി ഉപയോഗത്തിനോ ജലസേചനത്തിനോ അണകെട്ടി വെള്ളം തിരിച്ചുവിടാൻ, വെള്ളം ഉപയോഗിക്കാൻ ഇന്ത്യക്ക് അറിയാൻ വയ്യാത്തത് കൊണ്ടല്ല, അർഹതയില്ലാത്തത് കൊണ്ടല്ല. പക്ഷേ 1947-48 മുതൽ ഉണ്ടായ ഒരു മുറവിളി, പാകിസ്ഥാന്റെ ഭാഗത്തുണ്ടായ ഒരു മുറവിളി, അതിന് പരിഹാരമായത് 60-ലാണ്. അങ്ങനെ ഇന്ത്യ 80% വെള്ളവും വിട്ടുകൊടുക്കുന്ന രീതിയിൽ, പാകിസ്ഥാൻ വിട്ടുകൊടുക്കുന്ന രീതിയിൽ, പാകിസ്ഥാന് കൂടി സ്വീകാര്യമായ, പാകിസ്ഥാൻ അനുകൂലമായ ഒരു നയമാണെന്ന് സ്വീകരിച്ചത്. അതാണ് സിന്ധു നദീജല കരാർ. ആ ഒരു കരാർ ഭാരതം ആബ്രോഗേറ്റ് ചെയ്തിരിക്കുന്നു, തൽക്കാലത്തേക്ക് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു, പൂർണ്ണമായി എടുത്തു മാറ്റിയിട്ടില്ല, സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ വ്യക്തമായ സന്ദേശമാണ് കൊടുക്കുന്നത്. നിങ്ങൾ മയപ്പെട്ടില്ല എങ്കിൽ, നിങ്ങൾ ഭീകരരെ ആയുധമണിയിക്കുന്നത്, ട്രെയിൻ ചെയ്യുന്നത് നിർത്തിയില്ല എങ്കിൽ ഞങ്ങൾ ഏതറ്റം വരെ വേണമെങ്കിലും പോകും. മുൻ യുദ്ധങ്ങളിൽ ഒന്നും തന്നെ, പ്രധാനപ്പെട്ട 3 യുദ്ധങ്ങളാണ് 1960 ശേഷം സംഭവിച്ചത്. ഒന്ന് 1965 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം. അന്നും ഈ നദീജലം സംബന്ധിച്ച കാര്യത്തിൽ യാതൊരു കടുംപിടുത്തവും ഇന്ത്യ ചെയ്തിട്ടില്ല എന്നോർക്കണം. കാരണം പാകിസ്ഥാൻ ജനങ്ങളുടെ ജീവനാണ്, അവരുടെ കൃഷിയാണ്, അവരുടെ ജീവിത ഉപാധിയാണ് ഈ നദിയിലെ ജലം. അത് ഒന്നും സംഭവിച്ചില്ല. 71 യുദ്ധത്തിലും ഒന്നും സംഭവിച്ചില്ല. കാർഗിൽ യുദ്ധത്തിൽ, 91 കാർഗിൽ യുദ്ധത്തിലും വേണമെങ്കിൽ അത് കട്ട് ചെയ്യാമായിരുന്നു, നമ്മളത് ചെയ്തില്ല. പിന്നീട് 2-3 പ്രാവശ്യം ഇന്ത്യ അതിർത്തി കടന്ന് സർജിക്കൽ സ്ട്രൈക്കുകൾ നടത്തി. 2016 ഉറിയിൽ നടന്ന ഭീകരാക്രമണം, പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണത്തിന് ഉടനടി ഭാരതം മറുപടി കൊടുത്തു. നമ്മുടെ കമാൻഡോകൾ പാകിസ്ഥാനിൽ പ്രവേശിച്ച് ആക്രമണം നടത്തി വിജയകരമായി തിരിച്ചു വന്നു. അന്നും ഇത് സംഭവിച്ചില്ല. നദീജല കരാർ നിലനിന്നു. അവസാനം സംഭവിച്ചത് സർജിക്കൽ സ്ട്രൈക്കിന് സമയത്ത് പുൽവാമയ്ക്ക് ബദലായി ബാലാക്കോട്ടിൽ നമ്മൾ നടത്തിയ ഏറിയൽ സോർട്ടി, അന്നും നടത്താത്തത് ഇപ്പോൾ നടത്തി എന്ന് പറഞ്ഞാൽ ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടിരിക്കുന്നു. ഇനി മുന്നോട്ട് പോകാനാവില്ല. എല്ലാ അതിർത്തികളും ലക്ഷ്മണരേഖ, ക്ഷമയുടെ ലക്ഷ്മണരേഖ ലംഘിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് 0 ടോളറൻസ് ടു ടെറർ. ഒരു തത്വമാക്കരുത്. ബ്രൂട്ടൽ അറ്റാക്കാണ്. ബ്രൂട്ടൽ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം നിർദ്ദയമായ, ഇതുവരെ ഏതെങ്കിലും നാട്ടുകാരോട് ചെയ്യാത്ത രീതിയിലുള്ള അങ്ങേയറ്റം നിരായുധരായ സാധു മനുഷ്യരെ കൊന്നൊടുക്കിയതാണ്.